ഈ കുടിയേറ്റക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ ചങ്ങലയിട്ടവർക്ക് വേണ്ടി കരയുന്നത് നമ്മൾ നമ്മുടെ രാജ്യത്ത് കടന്നു കയറിയിട്ടുള്ള കുടിയേറ്റക്കാരെ പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ, അവരെ വിലങ്ങ് വെക്കാൻ ശ്രമിക്കുമ്പോൾ, ആ ക്രിമിനൽസിനെ കണ്ടെത്തുമ്പോൾ അയ്യോ പാവം കുടിയേറ്റക്കാരാണ്, അവർക്ക് ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലേ എന്ന് പറയുന്നതിന്, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുടെ താല്പര്യപ്രകാരം കേടിയിട്ടുള്ള കുടിയേറ്റക്കാരെ ഇവിടെ സംരക്ഷിക്കുന്നതിന് ആദ്യം അവരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടുത്തെ പ്രതിപക്ഷം ശ്രമിക്കുന്നത്. അപ്പം അത് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി കണ്ടാണ് നമ്മൾ കടന്നു കയറിയിട്ടുള്ളവരെ തിരിച്ചയക്കാൻ ആ രാജ്യം തയ്യാറാവുമ്പോൾ നമ്മുടെ പൗരന്മാരെ ആ വിലയ്ക്ക്, ഇന്ത്യയുടെ പൗരന്മാർ ഒരിടത്ത് വലയാൻ പാടില്ല. ഇപ്പൊ മോസ്കോയും അല്ലെങ്കിൽ മോസ്കോയിൽ നിന്ന് പോയിട്ടുള്ളവര് അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ പോയിട്ടുള്ള, ഇപ്പൊ പറഞ്ഞല്ലോ മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ അവിടെ ഇറക്കിയില്ലെന്ന് പറഞ്ഞു. ഇവിടെ വലിയ ആവേശത്തോടെ ഇവിടുത്തെ അവരുടെ ഫ്ലൈറ്റ്, അമേരിക്കയുടെ ഫ്ലൈറ്റ് അവിടെ ഇറക്കാൻ സമ്മതിച്ചില്ല. അവിടുത്തെ പൗരന്മാരെ സ്വീകരിക്കാൻ, ഒരു രാജ്യത്തിന്റെ കാര്യം പറഞ്ഞു, ഒരു രാജ്യത്തിന്റെ പൗരന്മാരെ ആ രാജ്യത്ത് സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഇന്ത്യ അങ്ങനെയാണോ? ആ രാജ്യത്ത് സ്വീകരിക്കാൻ തയ്യാറാവാത്തതിനെ തിരിച്ച് ട്രംപ് കൊണ്ടുവന്ന് എവിടെ ഇടാൻ പോകുന്നതെന്നറിയോ? ട്രംപിന് ഇഷ്ടമുള്ളിടത്തിടും. ചിലപ്പം കഴുത്തെ കൂടെ ചങ്ങലയിട്ടിടും, അല്ലെങ്കിൽ കാലും കൈയും ബന്ധിച്ചിടും, അല്ലെങ്കിൽ ചിലപ്പോൾ അടിമകളെ പോലെ ഉപയോഗിക്കും. അപ്പം ആ രാജ്യത്തെ പൗരന്മാർക്ക് എന്ത് വിലയാ രാജ്യം കൊടുക്കുന്നത്? ഇവിടെ അങ്ങനല്ല. ജയശങ്കറിന്റെ അടുത്ത് ആ സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷമുള്ള സംസാരത്തിൽ ഇവിടെ ഇത്രയും കുടിയേറ്റക്കാർ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ജയശങ്കർ അന്നേരം പറഞ്ഞതാണ്, ഞങ്ങളുടെ കുടിയേറ്റക്കാരെ ഞങ്ങളുടെ ചെലവിൽ കൊണ്ടുവന്നോളാം ഇന്ത്യ പറഞ്ഞു. ഇപ്പൊ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നു, അതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ അമേരിക്കയാണോ ഇന്ത്യ കൊടുക്കുക എന്നുള്ളതിനെ പറ്റി നമുക്ക് വിശദമായിട്ട് അറിയില്ല. പക്ഷെ അങ്ങനെ കൊടുത്തോളാം എന്നാ പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.